കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൽ പ്രിയനും ആദരണീയനുമായ പാസ്റ്റർ CB ആൻഡ്രൂസ്, എല്ലാ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സീനിയർ പാസ്റ്റർ AB മാമൻ, ഈ പ്ലാറ്റ്ഫോമിലുള്ള ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച എല്ലാ ആദരണീയരായ ദൈവദാസന്മാർ, പാസ്റ്റർ AM വർഗീസ്, പാസ്റ്റർ TB സക്കറിയ, പാസ്റ്റർ മോനി മാത്യു, പാസ്റ്റർ PV മാത്യു, പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ PS തോമസ്, പാസ്റ്റർ രാജു തോമസ്, പാസ്റ്റർ NC ആൻഡ്രൂസ്, പാസ്റ്റർ കുര്യച്ചൻ, പാസ്റ്റർ റെജി, മറ്റ് ദൈവദാസന്മാർ, പാസ്റ്റർ എന്ന് എഴുതാത്തവരെ എനിക്കറിയില്ല ആരൊക്കെയാണ്, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സിബി മലയിൽ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കും. പാസ്റ്റർ പറഞ്ഞത് വളരെ വാസ്തവമായിരുന്നുവെന്ന് ഇന്ന് എന്നെ വിളിച്ച ഒരു ദൈവദാസി പറയാനിടയായി. നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികതകളില്ല. എവറിത്തിങ് ഈസ് ഓർക്കസ്ട്രേറ്റഡ് ബൈ ഗോഡ്. ദൈവമാണ് സകലതും ചെയ്യും. ഞാൻ പാസ്റ്ററോട് കഴിഞ്ഞ ദിവസം പറയാനിടയായി, ഞാൻ ദീർഘവർഷങ്ങളായി ശുശ്രൂഷിക്കും. അമേരിക്കയിൽ സ്ഥിരവാസമാകുന്നതിന് മുമ്പ് പല തവണ ഈ രാജ്യത്ത് വന്നു. പക്ഷെ ഒരിക്കൽ പോലും ശുശ്രൂഷയ്ക്ക് ഒരവസരം തരാൻ ഒരാളോട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു വീട്ടിലേക്കും ക്ഷണം കൂടാതെ പോയിട്ടില്ല. അത് വലിയ അഹങ്കാരമാണ് എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ എൻ്റെ നിലപാടിതാണ്, ദൈവം അയക്കാതെ ഒരിടത്തും പോകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. ദൈവം അയച്ചു പോയാലേ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ആ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് പ്രയോജനമുണ്ട്. കുറേ പേരെ വിളിച്ച് അവരുടെ വീട്ടിൽ പോയാൽ കുറേ പൈസ കിട്ടും, സംശയമൊന്നുമില്ല. പൈസ അല്ലല്ലോ ജീവിതം. പൈസ അല്ല ജീവിതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നാം ക്രിസ്തുയേശുവിൻ്റെ വിസ്മയത എന്നതാണ് നാം ചിന്തിച്ചത്. ആ വിസ്മയത്തിലെ അധികാരം, ആ അധികാരത്തിൻ്റെ പല വശങ്ങൾ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങൾ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇതൊക്കെ മിക്കവാറും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ ഞാനതൊരു ക്രമമായി പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രത്യേക വിശേഷതകളൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരുകൾ തിരുവെഴുത്ത്. ഞാൻ 20 പേരുകളാണ് ഇന്ന് വൈകുന്നേരം വരെ കണ്ടെത്തിയത്. എൻ്റെ ഭാര്യ 21ാമത്തെ പേര് ഇന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഡെയ്സിയോട് പ്രത്യേകം നന്ദി ഞാൻ ഈ സമയം അറിയിക്കും. 1ാമത്തെ പേര് കർത്താവിന്, നോട്ട് എഴുതുന്നവർക്ക് 1 എന്ന് എഴുതി പോകാം. ജീസസ്, യേശു. കർത്താവിൻ്റെ മാനുഷിക നാമമാണ് യേശു. ആധാരവാക്യങ്ങൾ എടുക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. നിങ്ങൾക്ക് എഴുതാം. ലൂക്കോസ് 1:31, ലൂക്ക് 1:31 ആൻഡ് മാത്യു 1:21, മത്തായി 1:21. യേശു എന്നത് യഹൂദന്മാരുടെ ഇടയിലെ വളരെ സാധാരണമായൊരു പേരാണ്. ഇപ്പൊ യേശു എന്ന പേരിന് പ്രത്യേക വിശേഷതകളൊന്നുമില്ല. യേശു എന്ന പേര് വിശേഷതയുള്ളതായി മാറുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പ്രവൃത്തി മുഖാന്തരം. സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. മുൻകാല ദൈവദാസന്മാർ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നെ എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്,
അത് തെറ്റൊന്നുമല്ല യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, അങ്ങനൊന്നും ധരിക്കരുത്. പക്ഷെ അവർ പ്രാർത്ഥിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നാലെ വിവരിക്കാം. കാരണം യേശുവിൻ നാമം എന്ന് പറഞ്ഞാൽ യേശു ഈസ് എ കോമൺ നെയിം, ജീസസ് ഈസ് എ കോമൺ നെയിം. അഥവാ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ഹിസ് ഹ്യൂമിലിയേഷൻ, സഫറിങ് ആൻഡ് സോർ. മാനുഷിക നാമം, അപ്പനും അമ്മയും ദൈവത്താൽ പ്രചോദിതരായി ഇട്ട പേരാണ്. യേശു എന്ന പേര് സുവിശേഷങ്ങളിൽ 612 പ്രാവശ്യം. ഇത് ഞാൻ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതല്ല, ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. എന്നാൽ മറ്റു പുസ്തകങ്ങളിൽ, പ്രവൃത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ യേശു എന്ന പേര് 71 തവണയേ ഉള്ളൂ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ക്രിസ്തു എന്ന പേര് സുവിശേഷത്തിൽ 56 പ്രാവശ്യമേ ഉള്ളൂ. മറ്റു പുസ്തകങ്ങളിൽ 256 പ്രാവശ്യം. നിങ്ങൾ ആ സീരിയസ്നെസ് മനസ്സിലായോ? സുവിശേഷങ്ങളിൽ യേശു എന്ന പേര് പ്രമുഖമായിരിക്കുമ്പോൾ, ലേഖനങ്ങളിലെത്തുമ്പോൾ യേശു എന്ന പേരിൻ്റെ ഗൗരവം കുറച്ച് ക്രിസ്തു എന്ന പേരിനെ ഉയർത്തുകയാണ്. കാരണം യേശു എന്നത് ഒരു സാധാരണ നാമമാണ്. യേശു എന്ന് മറുപേരുള്ള എന്നുള്ള പ്രയോഗങ്ങൾ വരെ തിരുവെഴുത്തിലുണ്ട്. ഇറ്റ് വാസ് എ വെരി കോമൺ നെയിം. രണ്ടാമത്തത്, അവിടെ ഈ എന്തുകൊണ്ട് ലേഖനങ്ങളിൽ ക്രിസ്തു എന്ന പദം വന്നുള്ളതിന് പത്രോസ് അത് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമാണ് ഈ പാഠങ്ങൾ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വളരെ അത്ഭുതപ്പെടുന്നുണ്ട്. അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇത് ബൈബിൾ ക്ലാസ്, ഇത് ഉണർവ് യോഗമല്ല. നിർഭാഗ്യകരമെന്ന് പറയാം, ഇന്നത്തെ പെന്തക്കോസിലെ, ഞാനത് വളരെ ജനറലൈസ് ചെയ്ത് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ഭൂരിപക്ഷ ആളുകൾക്ക് ഉണർവ് യോഗവും ബൈബിൾ ക്ലാസ്സും സഭായോഗവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. കാരണം എല്ലായിടത്തും ഒരേ ടൈപ്പ് പ്രസംഗമാണ് കേൾക്കുന്നത്. ബൈബിൾ സ്റ്റഡി ഈസ് എ ടീച്ചിങ് സെഷൻ. ഈ പഴയ കാലത്ത് പെന്തക്കോസിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ബൈബിൾ ക്ലാസ് ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോട് ചോദിച്ചാൽ അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ഉറപ്പ് സഭായോഗത്തിലെ പ്രസംഗങ്ങളിലായിരുന്നില്ല. അവർക്ക് ലഭിച്ചിരുന്നത് തുടർമാനമായി നടന്നു വന്നിരുന്ന ബൈബിൾ ക്ലാസ്സുകളിലായിരുന്നു. ഇന്ന് ബൈബിൾ ക്ലാസ്സുകളിൽ ആളില്ല, പാസ്റ്റർമാർ അതുകൊണ്ടാണ് വെക്കാത്തത്. പക്ഷെ ഇവിടെ C.V. ആൻഡ്രൂസ് എന്ന ഒരു മനുഷ്യൻ തൻ്റെ ദൈവിക കാഴ്ചപ്പാടിൽ ഇത് ആരംഭിച്ചത് കൊണ്ടാകാം ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നത്. മാത്രമല്ല, മറ്റുള്ളവർ വിവിധ മാധ്യമങ്ങളിൽ കാണുന്നത്. ഞാൻ പ്രത്യേകാൽ പ്രിയ പ്രസാദിന് വന്ദനം പറയുന്നു. അദ്ദേഹം വളരെ അധ്വാനം ചെയ്ത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. കർത്താവ് പ്രതിഫലം നൽകട്ടെ. പ്രവൃത്തിയിലെ പത്രോസിന്റെ വാചകം ഞാൻ ഉദ്ധരിക്കട്ടെ. Acts 2:36. ആ പ്രയോഗമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഇതാണ് ലേഖനങ്ങളിൽ യേശു എന്ന നാമത്തെക്കാൾ ക്രിസ്തു എന്ന നാമം വർദ്ധിച്ചു വന്നതിൻ്റെ കാതലായ കാരണം. നിങ്ങൾ ക്രൂശിച്ചു വന്ന ഈ യേശു, ആ പ്രയോഗം കണ്ടോ? He was nobody. He was just a carpenter. ഞാൻ നിങ്ങളോട് ഏതോ ഒരു ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചില്ലേ? 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിലെ 50 ദിവസത്തെ കാര്യമേ ഉള്ളൂ സുവിശേഷങ്ങളിൽ. പക്ഷേ ലേഖനങ്ങളിൽ എത്തുമ്പോൾ യേശു ക്രിസ്തുവായി മാറി. തൻ്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ത്യാഗത്താൽ. ദൈവത്തിന് സ്തോത്രം. ഓർത്തിരിക്കുക, വിശ്വാസിക്ക്
അവിടുന്ന് യേശുവല്ല. വിശ്വാസികൾക്ക് അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ആ വ്യത്യാസം ഗൗരവമായി മനസ്സിലാക്കണം. വിശ്വാസിക്ക് അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് ക്രിസ്തുവുമാണ്. ക്രിസ്തു എന്തെന്നുള്ളത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പൊ ഒന്നാമത്തെ പാഠം ജീസസ്. 2, ക്രിസ്തു. ഞാൻ ആ തുടക്ക ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചു, ഗ്രീക്ക് ഭാഷയിലാണ് ക്രിസ്തു, എബ്രായ ഭാഷയിൽ മിശിഹ. മിശിഹയുടെ അർത്ഥത്തിലേക്ക് പിന്നാലെ വരാം. ക്രിസ്തു എന്നത് കർത്താവിന്റെ ഒഫീഷ്യൽ ടൈറ്റിലാണ്. യേശു എന്നത് കർത്താവിന്റെ മാനുഷിക നാമമാണെങ്കിൽ, ക്രിസ്തു എന്നത് കർത്താവിന്റെ ഔദ്യോഗിക നാമമാണ്. ദ അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞത്, കർത്താവിന്റെ അഭിഷിക്തൻ പ്രസംഗിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കല്ല് കടിക്കുന്നു. അഭിഷിക്തനെന്ന് പറയാൻ യോഗ്യനായവൻ. അത് ഈ പുതിയ ജനറേഷൻ ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. പഴയ ഉപദേശിമാരൊന്നും അത് ഉപയോഗിച്ചിരുന്നില്ല. പുതിയ ജനറേഷൻ്റെ വാക്ക് കേട്ട് പഴയ ഉപദേശിമാരും ഉപയോഗിക്കാൻ തുടങ്ങിയെന്നേ. അവരുടെ ഇന്ന് കടം മേടിച്ച ഒത്തിരി പദങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അഭിഷിക്തൻ. ക്രിസ്തു 3 നിലയിൽ അഭിഷിക്തനാണ്. വാക്യങ്ങൾ വായിക്കാൻ സമയം പോരാ. ക്രിസ്തു അഭിഷിക്ത പ്രവാചകനാണ്, അനോയിന്റഡ് പ്രോഫറ്റ്. പ്രവൃത്തി 3:22-23 വാക്യങ്ങൾ റെഫറൻസ്. ക്രിസ്തു അഭിഷിക്ത പുരോഹിതനാണ്, അനോയിന്റഡ് പ്രീസ്റ്റ്. എബ്രായർ 4:14. 3, ക്രിസ്തു അഭിഷിക്ത രാജാവാണ്, അനോയിന്റഡ് കിങ്. ലൂക്ക് 1:31-33 വരെ. ഞാൻ ആവർത്തിക്കുന്നു, അഭിഷിക്തൻ ആയിരിക്കുന്നത് 3 തലത്തിലാണ്. അഭിഷിക്ത പ്രവാചകനാണ്, പ്രവാചകന്മാരിൽ പ്രവാചകൻ. ആ അഭിഷിക്ത പ്രവാചകൻ എന്ന പ്രയോഗത്തിലതാണ്. അഭിഷിക്ത പുരോഹിതനാണ്, പുരോഹിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അഭിഷിക്ത രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവ്. മൂന്നാമത്തത് മിശിഹ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കൺഫ്യൂസ്ഡ് ആകരുത്. യവന ഭാഷയിൽ ക്രിസ്തു, എബ്രായ ഭാഷയിൽ അഭിഷിക്തൻ, മിശിഹ. ഇത് രണ്ടിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഡാനിയൽ 9:24-27 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:41, ഞങ്ങൾ മിശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. എനിക്കിപ്പോഴും ഇന്നും മനസ്സിലായിട്ടില്ല ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു അകക്കാഴ്ച ലഭിച്ചത്. ചിലപ്പോൾ യോഹന്നാന്റെ വാക്കുകൾ നിന്നാകാം. സ്നാപക യോഹന്നാന്റെ വാക്കുകൾ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് എന്ന വാക്കിൽ നിന്നാകാം. അതിനകത്തൊരു പാഠം സാന്ദർഭികമായി ദൈവാത്മാവെന്നെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഏക ദൗത്യം ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടലാണ്, നമ്മെ ഉയർത്തൽ അല്ല. നമ്മെ ഉയർത്തുന്ന ശ്രമങ്ങൾ എല്ലാം വേറൊരു സുവിശേഷമാണ്, ഫോൾസ് ഗോസ്പലാണ്. ക്രിസ്തുവിനെ ഉയർത്തുക ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പാട്ടുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറക്കരുത്, നാം ഉയരുന്നു എന്ന തോന്നൽ വരുന്ന ഘട്ടത്തിൽ നാം പിന്മാറണം. എൻ്റെ ഒരു അനുഭവം പെട്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന പറയാം. 1995 പുൽപ്പള്ളിയിൽ ഒരു ക്രുസൈഡിൽ ഞാൻ പ്രസംഗിക്കും. അന്ന് എനിക്കൊരു ശുശ്രൂഷ, കൃത്യമായ രോഗം ദൈവാത്മാവ് വെളിപ്പെടുത്തുമായിരുന്നു. തലവേദനയും മൂക്കിപ്പനിയും എന്നല്ല,
വളരെ യുണീക്ക് ഡിസീസസ്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു. പുൽപ്പള്ളിയിലത് വിരലുകളുടെ ഇടയിൽ പൊട്ടി വൃത്തികേടാകുന്ന ദീനമുള്ള ഒരാൾ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പുൽപ്പള്ളിയിൽ അങ്ങനെ കുറേയേറെ രോഗികൾ സൗഖ്യമായി. അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി ശുശ്രൂഷ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. ചോദിച്ചു, നിനക്ക് ശുശ്രൂഷയാണോ വലുത്, ഞാനാണോ വലുത്? എൻ്റെ ഉള്ളിലെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുകയാണ്. നിന്റെ ഉള്ളിൽ നിന്റെ ശുശ്രൂഷയുടെ വ്യത്യസ്തത കൊണ്ട് നിന്റെ ഉള്ളിൽ കുറച്ച് അഹന്ത കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ മുട്ടുകുത്തി വീണ് കരഞ്ഞു. ഇത് കർത്താവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല. എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ഇനി വേണ്ട. കാരണം എനിക്ക് കർത്താവിനേക്കാൾ വലുതല്ല ശുശ്രൂഷ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെല്ലാം ഇത് നിങ്ങളുടെ നെഞ്ചിൽ എഴുതി ചേർക്കണം. ശുശ്രൂഷ അല്ല വലുത്, കർത്താവാണ് വലുത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്കാർക്കും ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരട്ടെ. മിശിഹായെ ചൂണ്ടിക്കാട്ടുക. യോഹന്നാൻ 4:25. മെസ്സിഹ, ഈ ക്രിസ്തുവും മിശിഹായും ഒന്നാണെന്നുള്ളതിൻ്റെ റെഫറൻസ് പഠിപ്പിക്കുന്നതിനെല്ലാവരും അടിസ്ഥാനം വേണ്ടേ? മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. വളരെ ക്ലിയറായി അവിടെ എഴുതിയിരിക്കും. മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. 4 പാഠങ്ങൾ പഠിച്ചു. 3 പാഠങ്ങൾ. 1 യേശു, 2 ക്രിസ്തു, 3 മിശിഹ. 4 ലോർഡ്, കർത്താവ്. ലോർഡ് ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ LORD ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. 4 അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അല്ലാത്തതിന് മറ്റൊരർത്ഥമാണ്. എബ്രായ ഭാഷയിൽ അഡോണായി, ഗ്രീക്ക് ഭാഷയിൽ ക്യൂരിയോസ്. അതിൻ്റെ അർത്ഥം ലോർഡ്, ഗോഡ്, മാസ്റ്റർ, സർ എന്നർത്ഥമുണ്ട്. അടിസ്ഥാന വേദഭാഗം 1 കൊരിന്ത്യർ 8:6. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ്. ലോർഡ്, കർത്താവ്. കർത്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം തന്നെ ആയിരുന്നു കർത്താവ്. കർത്താവ് എന്നതിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വഴികൾ എല്ലാം നാം തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അഥവാ നമ്മുടെ കർത്താവ് നാം തന്നെ ആയിരുന്നു. എന്നാൽ യേശു നമ്മുടെ അകത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ കർത്തൃത്വം അടിയറ വെച്ച് കർത്തൃത്വം യേശു ക്രിസ്തുവിന് നൽകി. അതാണ് അവൻ കർത്താവാകുക എന്നതിൻ്റെ അർത്ഥം. ഞാനിത് വളരെ വേദനയോടെ ഓർമ്മിപ്പിക്കാം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്നത് ഒരധരക്രിയയായി നാം തെറ്റിദ്ധരിച്ചു പോയിട്ടില്ലേ? ഇതൊരധരക്രിയയല്ല. ഇതകത്ത് സംഭവിക്കുന്ന രൂപാന്തരത്തിൻ്റെ ബാഹ്യപ്രകടനം മാത്രമാണ്. അകത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ കർത്തൃത്വ കൈമാറ്റം, ശ്രദ്ധിക്കൂ, ഈ കർത്തൃത്വ കൈമാറ്റം ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. രക്തത്താൽ ജയം. അത് പ്രാപിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വളരെ വളരെ ദുഃഖത്തോടെ പറയാം, പെന്തക്കോസ്തിൽ യേശുവിന് കർത്തൃത്വമേൽപ്പിച്ചവർ
അഥവാ രക്ഷിക്കപ്പെട്ടവർ കുറഞ്ഞു 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 വരികയാണ്. അഥവാ വീണ്ടും ജനനം പ്രാപിച്ചവർ കുറഞ്ഞു വരികയാണ്. പാവപ്പെട്ട ഉപദേശിമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിച്ചതുകൊണ്ട് ദൈവസഭയിൽ വന്ന് കയറിയവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജീവിതത്തിൽ വ്യത്യാസം കാണുന്നില്ല എന്നത് തന്നെ. എന്നോട് നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താ പാസ്റ്ററെ പെന്തിക്കോസി വന്നു കഴിയുമ്പോൾ ആളുകൾ പഴയതിനെക്കാട്ടിലും സ്വഭാവത്തിൽ മോശമാകുന്നത്? ബാഹ്യമായ കുറെ ശീലങ്ങൾ ഇല്ലാതായേക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. മദ്യപാനം മാറാം, സിഗരറ്റ് വലി മാറാം, വെറിക്കൂത്ത് കാണുന്നത് ഒഴിവാക്കാം. ബാഹ്യമായ ചില ശീലങ്ങൾ ഒഴിവായെങ്കിലും അകത്ത് ഒരു ക്രിയയും നടക്കാത്ത നിരവധി ആളുകളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. കാരണം ലളിതമാണ്, യേശുവിനെ അവർ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു കർത്താവിനെ വാസ്തവമായി കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുട്ടുകുത്തി കർത്താവിനോട് പറയണം, അങ്ങേ എൻ്റെ കർത്താവാണ്, അങ്ങല്ലാതെ എനിക്കൊരു കർത്താവില്ല. ഒരു സമൂഹത്തിൽ അംഗമായതുകൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് പോലും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കില്ല. ഈ ഭൂമിയിലുള്ളവർ മുഴുവനും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ അവർക്കെല്ലാം സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാകുന്ന സമയം അതിക്രമിച്ചിരിക്കും, വാതിൽ അടച്ചിരിക്കും. ഗാഡ് എന്ന വാക്ക് വന്നത് സമയമില്ല എടുക്കാൻ, വിവരിക്കുന്നില്ല. 5-ാമത്തെ പാഠം, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. യേശു എന്ന പ്രയോഗം നമുക്ക് കാണാം, ക്രിസ്തു എന്ന പ്രയോഗം കാണാം, യേശു ക്രിസ്തു എന്ന പ്രയോഗം കാണാം. എബ്രായർ 13:8. ചില വാക്യങ്ങൾ വേണമെങ്കിൽ വായിക്കാം. മർക്കോസ് 1:1. മേരിക്കുട്ടി ഉണ്ടെങ്കിൽ മർക്കോസ് 1:1 വായിച്ചോളൂ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുമ്പോ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹിസ് പേഴ്സണൽ നെയിം ആൻഡ് ഒഫീഷ്യൽ ടൈറ്റിൽ. കർത്താവിന്റെ മാനുഷിക നാമവും ഔദ്യോഗിക പദവിയും കൂടിച്ചേരുന്നതാണ് യേശുക്രിസ്തു. എന്താ ഉയർത്തപ്പെട്ടുവോ എന്നത് കൂട്ടിയിണക്കിയ പദമാണ്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, അവിടുന്ന് എന്തായിരുന്നുവോ എന്തായി തീരുമോ എന്നത് കൂട്ടിച്ചേർക്കപ്പെട്ട പദമാണ്. വാട്ട് ഹി വാസ് ആൻഡ് വാട്ട് ഹി വിൽ ബി. അവിടുന്ന് ക്രിസ്തുവാണെന്ന് പ്രപഞ്ചം മുഴുവൻ അറിയുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന്. 6-ാമത്തെ പാഠം, ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശു. യേശുക്രിസ്തു എന്ന പ്രയോഗം നമ്മൾ കണ്ടു. ക്രിസ്തു യേശു വായിക്കാമോ? 1 തിമോത്തിയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ക്രിസ്തു യേശു തന്നെ. മനസ്സിലായല്ലോ? യേശു ക്രിസ്തുവിൽ മാനുഷിക നാമം ആദ്യവും ഔദ്യോഗിക നാമം രണ്ടാമതുമാണ്. എന്നാൽ മറുവിലയായി കൊടുക്കപ്പെട്ട
മഹത്തായ പദവിയിലേക്ക് കർത്താവിനെ ദൈവം ഉയർത്തിയത് പൗലോസ് തിമോത്തിയോസിന് പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശു ഒഫീഷ്യൽ പദവി ആദ്യം, മാനുഷിക നാമം രണ്ടാം. ദൈവത്തിന് സ്തോത്രം. അഥവാ മാനുഷിക നാമം 33 കൊല്ലത്തേക്ക് നൽകപ്പെട്ടതാണെങ്കിൽ ഔദ്യോഗിക നാമം കാലാതീതമാണ്, സമയബന്ധിതമല്ല. 7-ാമത്തെ പാഠം, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. എന്നെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടോ? കർത്താവായ യേശു ക്രിസ്തു. എഫേസ്യർ 1:3 എടുക്കണ്ട, ഫിലിപ്പിയർ 3:20. കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രയോഗം വരുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാനും കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു. അർത്ഥം മനസ്സിലാവും നിങ്ങൾക്ക്? എന്റെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് അഥവാ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവ് എന്നത് മതിലിൽ എഴുതിയ പദമല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിൽ എഴുതിയ പദമാണ്. കർത്താവായ യേശു ക്രിസ്തു. ഇതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓർമ്മിപ്പിച്ചത്, മുൻകാല ദൈവദാസന്മാർ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ ഓർഡൈൻ ചെയ്ത ദൈവദാസൻ പാസ്റ്റർ TT ജോസഫ്, ഞാൻ യേശുവിൻ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ തിരുത്തിയിട്ടുണ്ട്. കുഞ്ഞെ, അത് തെറ്റൊന്നുമില്ല. എന്നാലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉചിതം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് അന്ന് പറഞ്ഞു. അന്ന് എനിക്കത് എന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലായില്ല. പിന്നീടാണ് ആ പറഞ്ഞതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്. ദൈവത്തിന് മഹത്വം. 8-ാമത്തെ പാഠം, യോഹന്നാൻ 18-ാം അധ്യായം. ആ വാക്യം വായിക്കാം കുഞ്ഞെ. 18-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. അതൊരു ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. കർത്താവിനെ പിടിക്കുന്ന രംഗമാണ്, കർത്താവിനെ ചൂണ്ടിക്കാട്ടുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും. ആ വാക്ക് മാത്രം മതി. അത് ഞാൻ തന്നെ. ശരിയായിട്ട് ആ ഭാഷാന്തരം അങ്ങനെ അല്ല വരേണ്ടിയിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. കർത്താവ് അത് ഞാൻ തന്നെ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷാന്തരം KJV എടുത്തു നോക്കിയാൽ I am he എന്നെഴുതിയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് വേദപുസ്തകം കൂടെ വെച്ച് മലയാളം വേദപുസ്തകം വായിക്കുന്നത് ഉചിതമായിരിക്കും എപ്പോഴും. കാരണം മലയാളം ഒരു പുതിയ ഭാഷയാണ്. അത്രയും ഘനമേറിയതല്ല. I am he. he എന്നത് KJVയിൽ ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഇറ്റാലിക്സിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ അഥവാ ഒറിജിനൽ ടെക്സ്റ്റിൽ ഇല്ലാത്തത് പരിഭാഷകർ കൂട്ടിച്ചേർത്തതാണ്. ഞാനത് ഗൗരവമായി പഠിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷിൻ്റെ വിവിധ ഭാഷാന്തരങ്ങളിൽ പഠിച്ചു. അതിൽ ഞാൻ 6 ഭാഷാന്തരങ്ങളിൽ ഐ ആം ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്. ഞാൻ ആകുന്നു. അരാമിക് ബൈബിൾ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷിൽ അവർ ഭംഗിയായി എഴുതിയിട്ടുണ്ട്, ഐ ആം ദ ലിവിങ് ഗോഡ്. ഞാനാകുന്നു. ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക് ആ പ്രയോഗം എവിടെയാണ് കേട്ടതെന്ന്? മലയിൽ ദൈവത്തെ കാണാൻ പോയ മോശ എന്ന
80 വയസ്സുകാരൻ. നോട് യഹോവയായ ദൈവം പറഞ്ഞ വാക്കാണ് ഐ ആം. നോക്കൂ, കർത്താവ് ആ വാക്ക് ഗത്സമനയിൽ വെച്ച് പറയുമ്പോൾ താൻ ആരാണ് എന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയായി. എന്നെ അത്ഭുതപ്പെടുത്തി ഈ അറിവ്. ഐ ആം, ഞാനാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരധികാരത്തിനും മുൻപിലും തലകുനിക്കാത്ത, ഒരധികാരത്തെയും ഭയപ്പെടാത്ത, ദൈവിക വിളിക്ക് ഇറങ്ങിത്തിരിച്ച കർത്താവായ യേശു ക്രിസ്തു മാനുഷ്യ ഭയമില്ലാത്തവനായി. കർത്താവിനോട് പരീശന്മാർ പറയുന്നൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഗുരുവേ, നീ മനുഷ്യരെ ശങ്കയില്ലാത്തവനും ദൈവത്തെ ഭയപ്പെടുന്നവനും. ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, വാസ്തവമായി ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ മനുഷ്യരെ ഒരു കാരണവശാലും ഭയപ്പെടുകയില്ല. മാനുഷ്യ ഭയത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ഞാൻ മഹത്വമർപ്പിക്കുകയാണ്. എനിക്ക് വളരെ പ്രിയനായ ഒരു ദൈവദാസനുണ്ട്. ദാസ് എന്നാണ് പേര്. ദാസ് ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്ന വളരെ സാധാരണക്കാരനായ പ്രവചന ശുശ്രൂഷയൊക്കെ ഉള്ളൊരു സഹോദരൻ. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഒരിക്കൽ പറഞ്ഞു കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അയാളുടെ വീട്ടിൽ വലിയ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ ആ ഒരു സീല് കൊണ്ട് തന്നെ ഈ വീട്ടിലെ വലിയ ബിംബങ്ങൾ എടുത്ത് പുഴയോരത്ത് കൊണ്ടുവന്ന് ഉടച്ച് പുഴയിൽ ഒരുക്കിക്കളഞ്ഞു. ഞാൻ ദാസിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വന്നത്? അയാൾ പറഞ്ഞ മറുപടി, അച്ചായ, എനിക്കൊരു പിടിയില്ല. എനിക്ക് എവിടുന്നാണ് ആ ധൈര്യം? ഇപ്പോഴെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ്. നമുക്കൊരു ബോധ്യം വേണം, കർത്താവ് അകത്തു വന്നവന് ഭീരുത്വത്തിന്റെ ആത്മാവില്ല. നമ്മുടെ ഭയത്തെ വിറ്റ് കാശാക്കുന്ന വ്യാജ പ്രവാചകന്മാരുടെ കയ്യിൽ ദൈവമക്കൾ വീണു പോകരുത്. സാന്ദർഭികമായി ഞാൻ ഓർക്കുക, നമുക്ക് ഈ ഭൂമിയിൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് തൻ്റെ ജീവിത വഴിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തന്ന ഒരു നായകനെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ അയാം എടുത്ത് പരിശോധിക്കുന്നത് നല്ല രസമായിരിക്കും. 9-ാമത്തെ പാഠം, ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. വായിക്കാമോ കുഞ്ഞു? ലൂക്കോസ് 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. ഓർക്കുക, ഈ മഹാഭൂമിയിൽ ദൈവപുത്രനെന്ന് ധീരമായി വിളിക്കാൻ അർഹതയുള്ള ഒറ്റയാളെ ജനിച്ചിട്ടുള്ളൂ. അത് നസ്രയത്തിൽ ജനിച്ച, ആശാരിയായി ജീവിച്ച യേശു ക്രിസ്തുവാണ്. എന്താണ് ആ പദം സൂചിപ്പിക്കുന്നത്? ദൈവപുത്രൻ എന്ന ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ മഹത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും സൂചനയാണ് ആ വാക്ക്. ഈ ഭൂമിയിൽ ആരെയെങ്കിലും അങ്ങനെ വിളിച്ച ഒരു ചരിത്രം നാം കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു ദൈവ പൈതലായി ജീവിക്കാൻ കഴിയുക എന്നത് എന്തോ ഒരു ഭാഗ്യമാണ്. ഓർക്കുക, കർത്താവിന്റെ ദൈവപുത്രൻ എന്ന വിളിയുടെ യോഗ്യത അവിടുത്തെ മഹത്വവും അവിടുത്തെ ദൈവവുമായുള്ള ബന്ധവുമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം അടുത്ത പാഠം.
നമ്മളെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ദൈവമക്കൾ എന്ന പദവിയിൽ വിളിക്കുന്നതിന്റെ കാരണം വീണ്ടും ജനനത്തിലൂടെയും ദത്തെടുക്കലിലൂടെയുമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവപുത്രൻ എന്ന വിളിയുടെ കാരണം തൻ്റെ നേച്ചർ ആൻഡ് തൻ്റെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടു. നമ്മെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വീണ്ടും ജനനത്താലും നമ്മുടെ ദത്തെടുക്കലിനാണ്. നമ്മെ ദത്തെടുത്തതാണ്. നമ്മൾ ദൈവമക്കളായിരുന്നില്ല. ദൈവത്തിന്റെ മകനായി മാനുഷ്യ കുലത്തിൽ ഒറ്റയാളുടെ പേരെ തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളൂ. അത് ആദാമിന്റെ പേരാണ്. ആദാം ദൈവത്തിന്റെ പുത്രൻ. ബാക്കിയുള്ളവരെല്ലാം മാനുഷ്യപുത്രന്മാരാണ്. ചുരുക്കം പറഞ്ഞാൽ കുടുംബ മഹിമയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിൽ ചിരിച്ചോണം. ഈ പറയുന്ന ആൾക്ക് വേദവസ്തു അറിയാൻ വയ്യാന്ന് ഓർത്താൽ മതി. ഈ ഭൂമിയിൽ ഒരു കുടുംബ മഹിമയ്ക്കും ആർക്കും പറയാൻ അവകാശമില്ല. ഏത് കുടുംബം നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, പുറത്തു പറയാൻ കൊള്ളാത്ത എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും തലമുറയിൽ ഉണ്ടായി കാണും. നിശ്ചയമാണ്. കാരണം മനുഷ്യൻ പാപിയാണ് എന്നത് തന്നെ. ഞാൻ ദൈവപുത്രനായി തീർന്നത് എൻ്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, എൻ്റെ കുടുംബ മഹിമ കൊണ്ടല്ല. ഞാൻ വീണ്ടും ജനനത്തിലൂടെ ദൈവമകനായി തീർന്നതാണ് എന്ന് വളരെ വിനയത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയണം. ഇനി ഞാൻ ഈ 22 പാഠങ്ങളും തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 10ാമത്തെ പാഠം, മനുഷ്യപുത്രൻ, ദ സൺ ഓഫ് മാൻ. മർക്കോസ് 10:45. 4 സുവിശേഷങ്ങളിൽ 84 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്, 32 തവണ. എന്തുകൊണ്ടാണ്? കർത്താവ് തന്നെ ആവർത്തിച്ചുപയോഗിക്കുന്നുണ്ട് ഈ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. നമ്മളാണെങ്കിൽ മന്ത്രിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മന്ത്രിയുടെ നെഫ്യുവാ, മന്ത്രി എൻ്റെ സെക്കൻഡ് കസിനാ എന്നൊക്കെ എവിടെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. നമ്മളോട് പരിചയപ്പെടുന്നവരൊക്കെ പറയത്തില്ലേ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇന്ന തിരുമേനി ഞങ്ങളുടെ വീട്ടിലെയാ. ഇവനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. കർത്താവ് ഈ സ്വയം പ്രശംസ എന്നത് ഒരിക്കലും ചെയ്തിട്ടില്ല. മനുഷ്യപുത്രനാണ്, താൻ മനുഷ്യനാണ് എന്ന പ്രസ്താവന. വാസ്തവത്തിൽ മനുഷ്യനാണോ? മനുഷ്യവേഷത്തിലായി. നാം പഠിച്ചതാണ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. He humbled. എനിക്കൊരു പ്രിയപ്പെട്ട ദൈവദാസനുണ്ട്. അദ്ദേഹം ദീർഘ ദിവസങ്ങൾ ഉപവസിക്കുന്നയാളാണ്. ഒരിക്കൽ പോലും ഞാൻ ഉപവസിക്കുകയാണ് എന്ന് പറയത്തേയില്ല. രാത്രിയൊക്കെ ദീർഘസമയം, മരിച്ചുപോയി, ദീർഘസമയം പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഇന്നലെ അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. എങ്ങനെ പറയും? ചോദിക്കും, ചാക്കോച്ചായ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? ഇല്ല, ഉറങ്ങിയില്ല, ഹൃദയഭാരം കൊണ്ടിരുന്നങ്ങ് പ്രാർത്ഥിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ 10 മിനിറ്റ് ഇരുന്ന ഞായറാഴ്ച ഉറപ്പ് സാക്ഷ്യം പറയും. ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ മല്ല് പിടിക്കുകയായിരുന്നു. എവിടെ മല്ല്? ഇതൊക്കെ കേൾക്കുമ്പോൾ വിവേചിക്കാനുള്ള ദൈവകൃപ ദൈവമക്കൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ, ഒരു കളവും പറയാൻ മടിയില്ലാത്ത ഒരു ആത്മീയ ഗോളത്തിലാണ് നാം പാർക്കുന്നത്. ലെറ്റ് us humble. ഇന്ത്യയിൽ എങ്ങാനും പോയാൽ ഫേസ്ബുക്കിൽ മുഴുവൻ ഫോട്ടോയാ. ഇതൊന്നും തെറ്റല്ല. പക്ഷെ എന്താണിത് ചെയ്യുന്നതിൻ്റെ പിന്നിലെ മോട്ടീവ്
എന്നത് തീർച്ചയായും ദൈവം നോക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റാകുന്നില്ല, പക്ഷെ പർപ്പസ് മാറുമ്പോൾ തെറ്റായി മാറും. ചെയ്തതെല്ലാം വൈക്കോലും കച്ചിയുമാക്കി മാറ്റല്ലേ പ്രിയപ്പെട്ടവരെ, മാറ്റ. 11-ാമത്തെ പാഠം, സൺ ഓഫ് എബ്രഹാം, അബ്രഹാമിന്റെ പുത്രൻ. മത്തായി 1:1 വായിച്ചാട്ട കുഞ്ഞെ. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രൻ. എന്തിനാണ് അത് എടുത്തു പറഞ്ഞത്? മിശിഹ ഒരു യഹൂദനായിരിക്കണം. യേശു യഹൂദനായിരുന്നു എന്ന് തെളിയിക്കാനാണ് പരിശുദ്ധാത്മാ പ്രയോഗം അവിടെ എഴുതി വെച്ചത്. അബ്രഹാം യഹൂദനായിരുന്നു, യഹൂദ വംശത്തിന്റെ ആരംഭമായിരുന്നു. നിങ്ങൾക്കറിയാം യഹൂദന്റെ പ്രധാന സവിശേഷത, ഒന്ന് പറഞ്ഞേക്കാം. ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ആദ്യ മനുഷ്യനാണ് എബ്രഹാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ബഹുദൈവ വിശ്വാസങ്ങൾ നിലവിലുണ്ടായിരുന്ന മനുഷ്യ സംസ്കാരത്തിൽ ആദ്യമായി ഏകദൈവ വിശ്വാസം ഭൂമിയിലെ മനുഷ്യരെ അഭ്യസിപ്പിച്ച, വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനായിരുന്നു അബ്രഹാം. ഇതാണ് അബ്രഹാമിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. വിവരിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത്. 12-ാമത്തെ പാഠം, യേശുവിന്റെ ദ സൺ ഓഫ് ദ ഹൈയസ്റ്റ്. ലൂക്കോസ് 1:32. അത്യുന്നതന്റെ പുത്രൻ. ആധാരവാക്യം ലൂക്കോസ് 1:32. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് ഞാൻ ആ വിളിക്കപ്പെടുമെന്ന വാക്ക് പിന്നാലെ വിവരിക്കാം. യേശുവിന്റെ മുൻ അസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, ലോകത്തിന് ബോധ്യപ്പെടുത്താനാണ് ഈ പ്രയോഗം കൊണ്ടുവന്നത്. നാം പറഞ്ഞു, ഭൂമിയിൽ സാധാരണ മനുഷ്യരെ പോലെ ജനിച്ച് വളർന്ന ഒരാളല്ല കർത്താവ്. കർത്താവിനൊരു മുൻ അസ്തിത്വം ഉണ്ടായിരുന്നു എന്ന് നാം വളരെ സവിസ്തരമായി പഠിച്ചത്. കർത്താവിന്റെ മുൻ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പാഠം. 13-ാമത്തെ പാഠം, രണ്ടാം മനുഷ്യൻ, സെക്കൻഡ് മാൻ. 1 കൊരിന്ത്യർ 15:47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നിങ്ങളതൊന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. എന്തുകൊണ്ടാണ് ആദാമിനെ ഒന്നാം മനുഷ്യനെന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാം മനുഷ്യനെന്നും വിളിച്ചത്? അപ്പൊ അതിനിടയിൽ ജനിച്ച മനുഷ്യരൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? നമ്മൾ ഉൾപ്പെടെ. ഉത്തരം നാം നേരത്തെ മനസ്സിലാക്കി. ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ട 2 പേരേ ഉള്ളൂ. ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ട 2 പേർ, 1 ആദാം, 2 കർത്താവായ യേശു ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ കാണാം ആദാം ദൈവത്തിന്റെ പുത്രൻ. 14-ാമത്തെ പാഠം, ഒടുക്കത്തെ ആദാം, ദ ലാസ്റ്റ് ആഡം. 1 കൊരിന്ത്യർ 15:45 റെഫറൻസ്. എന്താണ് അവിടെ ആ വാക്ക് വന്നത്? ആദാം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവത്തിന്റെ പുത്രനായിരുന്നു. ആദാമിന് ശേഷമുണ്ടായ തലമുറകളെല്ലാം മനുഷ്യപുത്രന്മാരാണ്. എന്നാൽ ഒടുക്കത്തെ ആദാം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കാൻ കാരണം ഇനി മറ്റൊരു ആദാം ഉണ്ടാകില്ല എന്ന് മനുഷ്യവർഗത്തെ ബോധ്യപ്പെടുത്താനാണ്. അഥവാ വീണ്ടും ഒരു മാനവ വംശാവലി ഉണ്ടാകില്ല. മറ്റേ ഗ്രഹത്തിൽ മനുഷ്യരുണ്ട്, ഇന്ന ഗ്രഹത്തിൽ മനുഷ്യരുണ്ട് എന്നെല്ലാം ആരെല്ലാം പറഞ്ഞാലും
മനുഷ്യവംശം ഒന്നേ ഉള്ളൂ, മറ്റൊരു വംശമില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒടുക്കത്തെ ആദാം എന്ന പ്രയോഗത്തിലൂടെ. 15-ാമത്തെ പാഠം, വചനം, ദ വേർഡ്. യോഹന്നാൻ 1 വായിച്ചോ. യോഹന്നാൻ 1 അധ്യായം 1-2 വാക്യം. ആകയാൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഓട്ടെ, അതൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് ഒരാഴ്ച എടുക്കാം. വചനം എന്ന് ക്രിസ്തുവിന് പേര് വന്നത് എങ്ങനെയാണ് ലളിതമായി മനസ്സിലാക്കാൻ പറ്റും? ലളിതമായി മനസ്സിലാക്കാൻ നമ്മുടെ ചിന്ത വാക്കാവുമ്പോഴാണ് പുറത്തു വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ലളിതമായി മനസ്സിലാക്കണം. നാം ചിന്തിക്കുന്നത് വാക്കായി പുറത്തു വന്നാലേ മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ചിന്ത ആർക്കും മനസ്സിലാകില്ല. അതുപോലെ അദൃശ്യനായ ദൈവം വാക്കായി ദൃശ്യമായി, അദൃശ്യനായ ദൈവം ദൃശ്യ മനുഷ്യനായി തീർന്നു. വാക്ക് എന്ന പദം, വചനം എന്ന പദം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് ക്രിസ്തു. God, the unseen God became a seen God. കാണാവുന്ന മനുഷ്യന് കാണാൻ കഴിയുന്ന ഒരാളായി അദൃശ്യ ദൈവം പ്രത്യക്ഷനായി. വാക്ക്, ദ വേർഡ്, വചനം. അടുത്ത പദം 16-ാമത്തെ നമുക്കറിയാവുന്ന ഇമ്മാനുവേൽ. മത്തായി 1:23. കർത്താവ് നമ്മോട് കൂടെ എന്നർത്ഥം. അർത്ഥം, കർത്താവ് നമ്മോട് കൂടെ ഒരിക്കലും വിട്ടുപോകാത്ത ഒരുവൻ. ഇമ്മാനുവേൽ എന്ന വാക്കൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഓടി വരുമ്പോൾ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് മാനുഷികമായി അളക്കാൻ കഴിയാത്ത ഒരു ധൈര്യം കയറി വരുന്നതിന്റെ കാരണം എന്താണ്? എബ്രായർ 13-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ അത് ഇങ്ങനെ വിവരിക്കുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇമ്മാനുവേൽ. ആർക്കുണ്ട് ഇങ്ങനൊരു ദൈവത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം? എന്നെ വിട്ടുമാറാത്തൊരു ദൈവം, എന്നെ കൈവിടാത്തൊരു ദൈവം, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ആ മലയിലും പോകണ്ട, ഈ മലയിലും പോകണ്ട, ആ സ്ഥലത്തും പോകണ്ട, ഈ സ്ഥലത്തും പോകണ്ട, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് എന്നോട് സംസർഗം നൽകുന്ന ഒരു ദൈവത്തെ മാനുഷിക കുലത്തിന് കൊണ്ടു തന്നു എന്നതാണ് ക്രിസ്തു മാർഗത്തിന്റെ മഹത്വം. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ പാഠം, സേവ്യർ, രക്ഷകൻ. ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് യേശു ക്രിസ്തു ചിലരെ മാത്രം രക്ഷിക്കുന്നവനല്ല. He is a universal savior. ധനവാനെ രക്ഷിക്കുന്നവൻ മാത്രമല്ല, ദരിദ്രനെ രക്ഷിക്കുന്നവൻ മാത്രമല്ല, വിരൂപനെന്നോ സുന്ദരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, അധകൃതനെന്നോ ഉന്നത ജാതിയനെന്നോ വ്യത്യാസമില്ലാതെ സകല മാനവ കുലത്തെയും രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമേ ഉള്ളൂ. അത് നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമമാണ്.
ഈ സന്ദേശം ഈ ലോകത്തിലുള്ള കർത്താവിനെ അറിയാത്തവരെല്ലാവരും കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. There is none like Jesus. ഹല്ലേലൂയ. 18 റബ്ബി, യോഹന്നാൻ 1:38. റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു. അർത്ഥം മനസ്സിലായല്ലോ. ആ വാക്യത്തിൽ തന്നെ ഉണ്ട് ഗുരു, മാസ്റ്റർ. റബി എന്ന വാക്കിന് 3 വകഭേദങ്ങൾ നമുക്ക് ഈ തിരുവെഴുത്തിൽ കാണാം. 19-ാമത്തെ പാഠം റബോനി, യോഹന്നാൻ 20:16. യേശു അവൾ അവളോട് തിരിഞ്ഞ എബ്രായ മറിയേ, ഭാഷയിൽ റബൂനി പറഞ്ഞു. വായിച്ചോളൂ. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബോനി എന്ന് പറഞ്ഞു. അതിന് അതിന് ഗുരു എന്നും അർത്ഥം. ഗുരു എന്നർത്ഥം. റബി എന്ന് പറയുന്നതും റബൂനി എന്ന് പറയുന്നതും ഗുരു എന്നാണ് അർത്ഥമെങ്കിലും ഒരല്പ വ്യത്യാസം. മൈ മാസ്റ്റർ. റബി ഗുരുവാണ്, റബൂനി എന്റെ ഗുരുവാണ്. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ റബൂനി എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എന്റെ ഗുരുവാണ്. എന്റെ എന്ന പ്രയോഗം വരുമ്പോൾ നമ്മുടെ അകത്ത് കത്തുന്ന ഒരു വികാരമില്ലേ? ക്ഷമാന, എന്റെ കുഞ്ഞെ, നീ ഒറ്റയ്ക്കാണെങ്കിലും ജീവിതത്തിന്റെ ഏകാന്ത വഴികളിൽ സഞ്ചരിക്കുമ്പോഴും നിന്നെ നിലനിർത്തുന്ന യാഥാർത്ഥ്യം എന്നത് എന്റെ ഗുരുവെന്ന് പറയാൻ എനിക്കൊരാളുണ്ട് എന്ന ബോധ്യമാണ്. രക്തം ജയം. 20-ാമത്തെ പാഠം മത്തായി 9:11. മാസ്റ്റർ, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? അവിടെ ഞാൻ പറഞ്ഞ റബിക്ക് 3 വകഭേദങ്ങളുണ്ട്. 3-ാമത്തെ വകഭേദമാണ് റബ്. റബി, റബൂനി, റബ്. ഇൻസ്ട്രക്ടർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറ്റിടത്ത് മാസ്റ്റർ എന്നാണ് പറഞ്ഞത്, ഗുരു. പക്ഷെ ഇവിടെ മലയാളത്തിലെല്ലാം ഗുരു എന്നാണ് എഴുതിയിരിക്കുന്നത്. അധ്യാപകൻ, മേൽനോട്ടക്കാരൻ, പറഞ്ഞു തരുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അതാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഗുരു, നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നവൻ, നിങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നവൻ, നിങ്ങളുടെ ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം. 21-ാമത്തെ പാഠം കൂടെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. അതിനു മുമ്പ് അത്യുന്നതനായ പുത്രൻ എന്നതിൻ്റെ ഒരു അല്പം കൂടെ ഒരു പ്രയോഗം. അത്യുന്നതനായ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് വായിച്ചത്. ലൂക്കോസ് 1:32. ആരെങ്കിലും വിളിച്ചോ? ഈ തിരുവഴുത്തിനകത്ത് ഒരു ചെറിയ കാര്യം പോലും വെറുതെ എഴുതിയിട്ടില്ല. അത്യുന്നതനായ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരാ വിളിച്ചതെന്ന്? മർക്കോസ് 5 ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ കർത്താവിനോട് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാലം മാറിയാലും സ്ഥിതി മാറിയാലും ദൈവത്തിന്റെ വാക്ക് മാറില്ല. ദൈവമക്കളെ, മാറില്ല. ദൈവത്തിന് സ്തോത്രം. 21-ാമത്തെ പാഠം നസ്രായൻ. മത്തായി 2:23. ഈ വാക്യം എടുത്ത് ചില
ക്രൈസ്തവ വിരോധികൾ ആക്ഷേപിക്കാറുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. വായിച്ചാട്ടെ. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ. ചോദ്യം വരാൻ പോകുന്നത്, പ്രവചനത്തിൽ എവിടെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതേ അർത്ഥത്തിൽ ഒരു പ്രയോഗം പ്രവചനത്തിലില്ല. പക്ഷെ അർത്ഥം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. നാസറിൻ എന്ന വാക്ക് എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ശാഖ അല്ലെങ്കിൽ മുള എന്നാണ്. മുള എന്ന പ്രയോഗം പ്രവാചക പുസ്തകത്തിലുണ്ടോ? ഉണ്ടോ? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ഇശായിയുടെ മുളയിൽ നിന്ന്, കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, രക്തത്താൽ ജയം. ഇപ്പൊ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതെന്നാ പറഞ്ഞത്. അതിനർത്ഥം ഒന്നിലധികം പ്രവചനം ഉണ്ടെന്നാ. അപ്പോ രണ്ടാം വിവരിക്കാം. അത് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ വാക്യം? ഇപ്പൊ എന്താണ് നസ്രത്ത്? ഗലീലയിലെ നസ്രത്ത് എന്ന് പറഞ്ഞത് തള്ളപ്പെട്ട ദേശമാണ്. വളരെ ദരിദ്രർ പാർക്കുന്ന, യഹൂദന്റെ ധാരണയനുസരിച്ച് ശപിക്കപ്പെട്ട ദേശമാണ്, നിന്ദിക്കപ്പെട്ടവരുടെ ദേശമാണ്, എഴുതിത്തള്ളപ്പെട്ടവരുടെ ദേശമാണ്. ഉണ്ടോ പ്രവചനം? സങ്കീർത്തനം 22-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കൂ കുഞ്ഞെ. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുകയാണ് ഇവിടെ. മനുഷ്യനല്ല ഒരു കൃമിയത്രേ. മനുഷ്യനല്ല ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ. നിന്ദിതനാണ് ഞാൻ. അടുത്ത വാക്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. അത് എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? മനുഷ്യർ പരിഹസിക്കുന്നു. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിന്ദിക്കപ്പെട്ടവരുടെ, എഴുതിത്തള്ളപ്പെട്ടവന്റെ ദേശത്ത് നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം രേഖപ്പെടുത്തപ്പെട്ടു. ഞാൻ ഈ രാത്രിയിൽ സന്ദേശം ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിന്ദിക്കപ്പെട്ടവരെ, എഴുതിത്തള്ളപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ഏതോ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചു, ചർച്ച് ഈസ് മെന്റ് ഫോർ സിന്നേഴ്സ്. പാപികളായവരെ തേടി വന്ന നസ്രേത്തുകാരൻ. എനിക്ക് വളരെ ഇഷ്ടമാണ് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നസ്രേത്തുകാരൻ എന്ന് പറയാൻ. എഴുതിത്തള്ളപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം നിന്ദാപാത്രമായി തീർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളെ കുറിച്ച് പറഞ്ഞു പരത്തിയിട്ടുണ്ടെങ്കിൽ, ഈ നസ്രേത്തുകാരൻ നിങ്ങൾക്ക് പ്രത്യാശ നൽകുകയാണ്. നസ്രേത്തിൽ നിന്ന് തീർച്ചയായും ഒരു നന്മയുണ്ട്, നന്മയുണ്ട്, നന്മയുണ്ട്. പ്രവാചകന്മാർ കളവ് പറഞ്ഞിട്ടില്ല. പുസ്തകത്തിൽ ഇല്ലാത്തത് മത്തായി എഴുതി വെച്ചിട്ടില്ല. നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുക തന്നെ ചെയ്തു. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി. ഞാൻ മനുഷ്യരാൽ പരിഹസിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മാർഗത്തിനു വേണ്ടി
പരിഹാസമേറ്റിട്ടുള്ളവരെ, ക്രിസ്തുമാർഗത്തിന് വേണ്ടി അപമാനമേറ്റിട്ടുള്ളവരെ, ക്രിസ്തുമാർഗത്തിന് വേണ്ടി ഒറ്റപ്പെട്ടവരെ, ക്രിസ്തുമാർഗത്തിന് വേണ്ടി നന്മയായി ഭവിക്കാമെന്നു വേണ്ടെന്ന് വെച്ചവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആത്മപ്രേരണയിൽ ഉറപ്പു തരികയാണ്. നസറേത്തിൽ നിന്ന് നിനക്ക് നന്മ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.